ചേച്ചി മിസ് പറഞ്ഞായിരുന്നു പ്രേയറും തോട്ട് ഓഫ് ദ ഡേയും സൈൻ ഇന്നും ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. ഞാനിവിടെ ഉണ്ട് ഐശ്വര്യ. ഞാൻ എക്സാം നടക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ചെറിയ ഡൗട്ട് വന്നു. അപ്പൊ അത് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. 16, 17 എക്സാം നടക്കുവാണേ. അപ്പൊ അവിടെ നിന്ന് എക്സാം ഹോളിൽ നിന്ന് ഒരു ഡൗട്ട് വന്നേ, അത് സംസാരിക്കുവായിരുന്നു. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് ദ പ്രേയർ. മാം, ഞാൻ പറഞ്ഞു. Yes, please. Dear God, grant me strength to face challenges, courage to embrace change, and faith to trust in your perfect timing this new year. Amen. Good evening, ma'am and all friends. A very warm welcome to our online class. Welcome, Jisha Miss and all my dear friends. Wishing you all wonderful and happy, productive learning section. Let's enjoy today's class together. Welcome, ma'am. One second, ഞാൻ ആ ക്വസ്റ്റ്യന്റെ ഒന്ന് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേക്കട്ടെ. പരീക്ഷ 8 മണി വരെയല്ലേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ചില ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ ആൻസർ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഒരു ഡൗട്ട് വരുന്നത്. ഓക്കെ, ഫൈൻ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഡെവലപ്പിംഗ് ദി ടീച്ചർ, അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതില് ഇന്റേൺഷിപ്പിന്റെ പ്രാധാന്യം, അതായത് ടീച്ചിങ് പ്രാക്ടീസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയണ്ടായിരുന്നു. എനിക്ക് എല്ലാ ബാച്ചിൽ നിന്നും ഫ്രം ഫസ്റ്റ് ബാച്ച് ഓൺവേർഡ്സ് വന്നിരുന്ന ഒരു കൊറിയായിരുന്നു, ഒരു സംശയമായിരുന്നു, ഒരു കൺസേൺ ആയിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോകണം എന്നുള്ളത് നിർബന്ധമാണോ എന്നുള്ളത്. നമ്മൾ ഏത് ടീച്ചിങ് കോഴ്സുകളാണെങ്കിലും, BEd ആണെങ്കിലും MEd ആണെങ്കിലും, ഇപ്പൊ എല്ലാ കോഴ്സുകൾക്കും ഇന്റേൺഷിപ്പ് ഉണ്ട്. ഏത് ഡിഗ്രി ലെവൽ കോഴ്സ് നോക്കിയാലും, എന്ത് ജോബ് ഓറിയന്റഡ് കോഴ്സ് നോക്കിയാലും ഇന്റേൺഷിപ്പുകൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്, ഓൺലൈൻ എന്ന് പറയുമ്പോൾ പലരും ഓൺലൈൻ ആണല്ലോ ജോയിൻ ചെയ്ത് ഫീസൊക്കെ അടച്ചു കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊരു, എല്ലാ കോഴ്സുകളെ കുറിച്ച് കേട്ടോ, ഇതിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ധാരണയാണ്. പക്ഷെ നമ്മൾ സ്കിൽഡ് ആയില്ലെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് യാതൊരു വിലയില്ല. പ്രത്യേകിച്ച് ഒരു ടീച്ചറെ സംബന്ധിച്ച്. ബാക്കി എന്ത് ജോബ് ആണെങ്കിലും ഒരു പക്ഷേ ഏതെങ്കിലും മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കാം, ഏതെങ്കിലും സോഫ്റ്റ്വെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഹാർഡ്വെയറിന് അതിന്റെ ടെക്നോളജി എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇവിടെ ഹ്യൂമൻ മൈൻഡിനെയാണ് നമ്മൾ റിഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് അതിനൊരു പ്രാക്ടീസ് വേണം. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു മെത്തേഡ് നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ തന്നെ വേണം. എവിടെയെങ്കിലും ഒന്ന് പോയി അപ്ലൈ ചെയ്ത് റിസൾട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വീട്ടിലെ കുട്ടികളിൽ
തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളിൽ എല്ലാം അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഔട്ട്കം കിട്ടും. ഓ അപ്പൊ ഇങ്ങനെയാണല്ലോ എന്നൊരു ഇത് നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് അത് ഒരു കോഴ്സ് നമ്മളിവിടെ നിർബന്ധമായിട്ട് ഒന്നും നിങ്ങളോട് പറയില്ല. അസൈൻമെന്റ് എഴുതാനോ റെക്കോർഡ് എഴുതാനോ ടീച്ചിങ് പ്രാക്ടീസിന് പോവാനോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വരണമെന്നോ ഒന്നും നിർബന്ധം പറയില്ല. പക്ഷേ എപ്പോഴാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് യെസ് എനിക്കിത് ചെയ്യണം, ചെയ്താലാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് ആ ഫീല് വരുന്ന ആ നിമിഷം തുടങ്ങി നിങ്ങൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററായി മാറിക്കഴിഞ്ഞു. പിന്നെ അവിടെ എന്റെ റോളൊന്നും ഇല്ല, എന്റെ എന്നല്ല ഒരു ടീച്ചേഴ്സിനും പിന്നെ അവിടെ റോളില്ല. പിന്നെ നിങ്ങൾ തന്നെയാണ് അതിലൂടെ പോകുന്നത്, ട്രാൻസ്ഫോം ചെയ്ത് പോവുകയാണ്. അതാണ് നമ്മൾ ഈ 4th യൂണിറ്റിൽ ശരിക്കും കാണുന്നത്. ആ ഒരു ടീച്ചർ ഡെവലപ്പ് ആകുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു എനിക്ക് എല്ലാ ബാച്ചിൽ നിന്നും വരും ഇത് നിർബന്ധമുണ്ടോ, എത്ര ദിവസം പോകണം എന്നുള്ളതല്ല. ഫസ്റ്റ് ഡേ പോയപ്പോ തന്നെ നിങ്ങൾക്ക് അതിന്റെ എല്ലാം കിട്ടിയെങ്കിൽ നോ നീഡ് ഫോർ ഡു, പിന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്നാലും അതിന്റെ ഒരു ഫ്ലോയിൽ ഒരു 10 ദിവസമോ 15 ഡേയ്സോ നമ്മൾ ചെയ്യണം. ചിലർ 1 മാസം 2 മാസം 3 മാസം ചിലർക്ക് അവിടെ തന്നെ പ്ലേസ്ഡ് ആവുകയും ചെയ്യാറുണ്ട്. എത്ര ദിവസം ചെയ്യണം എന്നല്ല, എത്ര ദിവസം ചെയ്താലാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ, അതായത് അവനവന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. യെസ് എനിക്കിത് മനസ്സിലായി, ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ഫെസിലിറ്റേറ്റർ ആയത് എന്നൊരു ഫീല് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം ടീച്ചിങ് പ്രാക്ടീസ്. പിന്നെ വല്ല കണ്ടീഷൻസ് സ്കൂളിൽ നിന്നുണ്ട്, നിങ്ങൾ 1 മാസം ഇവിടെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ 10 ദിവസം ഞാൻ സമ്മതിക്കുള്ളൂന്നോ അല്ലെങ്കിൽ ലൈക്ക് 15 ഡേയ്സ് ഇവിടെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ കണ്ടീഷൻ അനുസരിച്ച് ചെയ്യുക. അതല്ല എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്നാണുള്ളതെങ്കിൽ എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് യെസ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, പിന്നെ കുട്ടികൾക്ക് അതിന് ആവശ്യമുണ്ട് കുറച്ച് ദിവസം കൂടെ തോന്നുവാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം, നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാം. അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഈ യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആയത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, പരീക്ഷ എന്റെ പിള്ളേരെന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുവാണേ, കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് എല്ലാവരുടെയിലും ഉണ്ടല്ലോ, ഇത് ഞാൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിലാണ് നമ്മൾ പറഞ്ഞത് നീഡ് ഫോർ കോംപ്ലിമെന്ററി സ്ട്രക്ചേഴ്സ് ആൻഡ് മെക്കാനിസംസ്. അതിൽ വരുന്നതാണ് ടീച്ചിങ് പ്രാക്ടീസ്, ഒരു ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സിന്റെ ആവശ്യം. മാം ഏതാണ് ചാപ്റ്റർ എന്നൊന്ന് പറയാവോ? ചാപ്റ്ററിന്റെ ഹെഡിങ് ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ, യൂണിറ്റ് 4 ഞാൻ കേറിയിട്ടുണ്ടായിരുന്നില്ലേ, അതാണ്. അതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മിഷൻ ഗോൾസ് എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത്. നമ്മളിപ്പോ അവിടെ വർക്ക് ചെയ്യുവാണ്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മിഷൻ ഗോളും എല്ലാമായിട്ട് നമ്മളും കൺമിറ്റഡ് ആണ്, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കും. അതിലേക്ക് എത്തിച്ചേരാനുള്ള ആ ജേർണിയുടെ ഒരു പാർട്ട് തന്നെയാണ് നമ്മളുടെ മാക്സിമം എഫേർട്ട് നമ്മളവിടെ എടുക്കണം. അപ്പൊ ആസ് എ ടീച്ചർ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മള്. അപ്പൊ ആ ഒരു ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ എന്താണോ കൊടുക്കേണ്ടത്, നമ്മള് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്കം വരുള്ളൂ. ഓക്കെ, പിള്ളേരെന്നെ കണ്ടിന്യൂസ് വിളിക്കുക. ആദ്യമായിട്ട് ഒരു ബാച്ചിൽ ഇത്ര ടെൻഷൻ പരീക്ഷ കഴിയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഞാൻ കാണുന്നത്. ഫൈനൽ എക്സാം ആണോ മാം? എന്തോ ഫൈനൽ എക്സാം ആണ്. ലൈക്ക് അവരുടെ 6th പേപ്പർ ആയിരുന്നു. മറ്റേ ഞാൻ എടുക്കാറുള്ള പോർഷൻ അല്ല, മറ്റേ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, മോഡ്യൂൾ 1 ലാസ്റ്റ് ചാപ്റ്റർ. അതാണ് എന്നെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ക്ലാസ്സിൽ തന്നെ അതിനുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മിഷൻ ഗോൾസിന്റെ കാര്യമെല്ലാം പറഞ്ഞു. നമ്മൾ സോട്ട് അനാലിസിസിനെ പറ്റി പറഞ്ഞു അല്ലേ? സോട്ട് അനാലിസിസ് അല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? ഒന്നുകൂടെ അത് പറയാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇല്ല, സോൾട്ട് അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തന്നെത്താനെ ഒന്ന് സോട്ട് അനാലിസിസ് ചെയ്ത് നോക്കിയോ? എന്താണ് എന്റെ സ്ട്രെങ്ത്,
എന്താണ് എന്റെ വീക്ക്നെസ്, എനിക്ക് എന്റെ വീട്ടിലും പുറത്തും, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഇടങ്ങളിലും എനിക്ക് എന്തെല്ലാം പഠിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇടമാകാം, അല്ലാതെ നിങ്ങൾ കോഴ്സസ് ചെയ്യുന്നുണ്ടാകാം, അവിടെയൊക്കെ എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഞാൻ ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്താണ്, അങ്ങനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയോ? നമ്മളുടെ ഡെവലപ്മെന്റിന് ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് സോട്ട് അനാലിസിസ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ എഴുതി വെക്കുക, വീക്ക്നെസ് എഴുതി വെക്കുക, നമുക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് എഴുതി വെക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എഴുതി വെക്കുക, നമ്മുടെ ത്രെറ്റ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് സ്ട്രെങ്ത്തിനെ ഞാൻ എങ്ങനെ കൂടുതൽ വളർത്താൻ നോക്കാൻ പറ്റും, കൂടുതൽ സ്ട്രെങ്തനാക്കാൻ പറ്റുന്നത് നോക്കുക. വീക്ക്നെസ്സിനെ എങ്ങനെ എനിക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, അതിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതിന് ഇല്ലാതാക്കാൻ പറ്റിയ അത്രയും നല്ലത്. അത് നോക്കുക. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ, ക്ലാസ്സിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സംസാരിക്കാൻ പറ്റാറുണ്ടോ, അതൊക്കെ ഓപ്പർച്യൂണിറ്റീസിൽ വരും. പിന്നെ ത്രെറ്റ്സ് അല്ലെങ്കിൽ ചലഞ്ചസ്, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ആ ഒരു തോട്ടൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ടാവാം. അതുതന്നെ. പിന്നെ അതുമല്ല, ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് അതിനൊരു സാഹചര്യം ഇല്ല, എനിക്ക് ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരു ചലഞ്ചാണല്ലേ, അല്ലെങ്കിൽ ത്രെട്ട് എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം അപ്പൊ നിങ്ങൾക്കൊന്ന് സെൽഫ് അനാലിസിസ് ചെയ്യാം. പിന്നെ ആസ് എ പേഴ്സൺ ഞാൻ എവിടേക്കാണ് മാറേണ്ടത്, അല്ലെങ്കിൽ ആസ് എ ടീച്ചർ, അല്ലെങ്കിൽ ആസ് എ ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്നുള്ള വാക്കിനേക്കാൾ എനിക്ക് ഇഷ്ടം ഫെസിലിറ്റേറ്റർ ആണ്. എനിക്ക് ടീച്ചിങ് വരില്ല, ഞാനൊരു ട്രെയിനർ ആയതുകൊണ്ട് എനിക്ക് ട്രെയിനിങ്ങേ വരുള്ളൂ. അതാണ് എന്റെ ക്ലാസ്സുകൾക്ക് ഞാനതൊരു പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. കുട്ടികളത് വിഷമത്തോടെയാണ് ചിലത് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജിഷ മിസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നും പഠിപ്പിക്കുന്നില്ല, ചുമ്മാ കഥകൾ പറഞ്ഞിരിക്കുന്നു, വാരി വലിച്ച് എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ ബാച്ചിലും ഓൾമോസ്റ്റ് എനിക്ക് ഫസ്റ്റ് ബാച്ച് ഒന്നും അങ്ങനെ പറഞ്ഞില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇങ്ങനെ ഒരു റീസെന്റ് ചില ബാച്ചുകളിൽ നിന്നെല്ലാം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എ പോസിറ്റീവ് സെൻസ്, ബിക്കോസ് ഞാനൊരു ടീച്ചർ അല്ല, എനിക്ക് ടീച്ചിങ് വരില്ല, ഞാനൊരു ട്രെയിനർ ആണ്, എനിക്ക് ട്രെയിനിങ്ങേ വരുള്ളൂ. എത്ര ശ്രമിച്ചാലും എനിക്ക് ടീച്ചിങ് വരില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാം ഇപ്പൊ പാർട്ട് 3 നിങ്ങൾ 3 ബാച്ചുകാരും പോകുന്നത്. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഈ പാർട്ട് 3 നമുക്ക് 2 സബ്ജക്റ്റ് ആയിട്ട് എക്സാം വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം ജിഷ മിസ് ടെക്സ്റ്റിലി അല്ലല്ലോ പറയുന്നേ, ഞങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതും, ഇതാണ് അവരുടെ പേടി. അത് കഴിഞ്ഞാൽ ഞാനപ്പോ ഒന്നും അവര് പറയുമ്പോൾ ഞാൻ റിഫ്രഷ്മെന്റ് സെഷൻ ഒക്കെ വെക്കും, റിവിഷൻ പോലെയൊക്കെ വെക്കും കേട്ടോ. അത് കഴിയുമ്പോഴും ഇവർക്ക് ഇതേ ടെൻഷനും ഇതേ കൺസേണും ഉണ്ട്. അത് കഴിഞ്ഞിട്ട്, കാരണം അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം തുടങ്ങി സബ്ജക്ട് സ്റ്റഡിങ് ആ പഠിച്ചിരിക്കുന്നത്. നമ്മളെ ടീച്ചർമാര് മുഴുവനും സബ്ജക്ട് പഠിപ്പിക്കല, കാണാതെ പഠിക്കുക, പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങുക, നമ്മൾ അങ്ങനെ വന്നതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു മാറ്റം പറ്റില്ല. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എക്സാം കഴിയുന്നതോടുകൂടി ഭയങ്കര സന്തോഷമാണ്. കാരണം റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുള്ളവർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും. കാരണം ആസ് എ ട്രെയിനർ എനിക്കറിയാം ഞാൻ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ക്ലാസ്സിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും റെക്കോർഡ് ക്ലാസ്സിൽ കണ്ടിട്ടുള്ളവർക്കും ലാസ്റ്റ് ഞാൻ കൊടുക്കുന്ന റിവിഷൻ മാത്രം അറ്റൻഡ് ചെയ്തവർക്കും ഈ 2 പേപ്പറും വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വരാൻ പോവാണല്ലോ. നിങ്ങളും ഇത് തന്നെ പറഞ്ഞാൽ നാളെ എനിക്ക് അതിനു മുമ്പ് നിങ്ങളെ ഒന്ന് കൂളാക്കിയതാ പരീക്ഷയാകുമ്പോ പേടിക്കുന്ന എന്നുള്ളത്. അപ്പൊ എല്ലാരും പോയി സോട്ട് അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. സോട്ട് അനാലിസിസ് പല മെത്തേഡ് നമ്മൾ വേറൊരാൾക്കാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു 10 കുട്ടികളിലാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ് നമ്മുടെ പാർട്ടിസിപ്പന്റിനനുസരിച്ച് പല രീതിയിലുള്ള മെത്തേഡ് നമുക്ക് എടുക്കാം. സർവേ പോലെ തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ പോലെ, ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻസ് പോലെ, യെസ്, നോ, നോട്ട് ഷുവർ, സംടൈംസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ സർവേയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെയുള്ളത് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനെയർ പോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് ഇന്റർവ്യൂ പോലെ ചെയ്യാം. നമ്മൾ ഹെൽത്തിന്റെ ഒരു സർവേ ചെയ്തില്ലേ, സെയിം പോലെ തന്നെ ഇന്റർവ്യൂ പോലെ ചെയ്യാം. ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം അയാളുടെ സ്ട്രെങ്ത് എന്താണ്, അയാളുടെ വീക്ക്നെസ് എന്താണ്, അയാളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അയാളുടെ ത്രെഡ്സ് എന്താന്നുള്ളത് മനസ്സിലാക്കണം. ആ രീതിയിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. അല്ലെങ്കിൽ ഒബ്സർവേഷൻ,
ഒരു ആക്ടിവിറ്റി കുട്ടികൾക്കാണെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു, നമ്മൾ ആ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്ത് ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, ആ കുട്ടിയുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പല മെത്തേഡില് നമുക്ക് സോർട്ട് അനാലിസിസ് ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ്. അതിന് കോസ്റ്റ് ലെസ് ആണ്, ഇല്ലാന്ന് തന്നെ പറയാം. വല്ല പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന്റെ ആ ഒരു ചെലവേ വരുള്ളൂ. ഒബ്സർവ് ചെയ്യാൻ ആ ഒരു ടൈം മതി. ടൈം മാത്രമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്റർവ്യൂ ചെയ്യാനാണെങ്കിലും ടൈം മതി. പിന്നെ നമ്മൾ ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആ ഒരു എഫേർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോർട്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്. കാരണം ഇതിനകത്ത് എറർ ഉണ്ടാകില്ല. നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്താൽ, നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാൽ, നല്ല രീതിയിൽ അയാളോട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് മാത്രമേ ഉള്ളൂ സോർട്ട് അനാലിസിസ് ഒരു മെയിൻ ഫാക്ടർ. കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മളുടെ അനാലിസിസ് അതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പല രീതിയിൽ സോർട്ട് അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ഈ സോർട്ട് അനാലിസിസ് ഇവിടെ പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുന്ന കാര്യമാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് അത് ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സോർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അത് 3 സ്റ്റെപ്പായിട്ടാണ് ഈ പ്രോസസ് വരുന്നത്. അതിന്റെ റിസൾട്ട് കിട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അസസ്മെന്റ് ഇൻസ്ട്രുമെന്റ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്താ പറയാ അസസ്മെന്റിന്റെ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ടൂൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിനെ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പോലെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരച്ചോ അല്ലാതെയുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് ഒരു പ്രൊഫൈല് പോലെ വരച്ച് ഇതിന്റെ അനാലിസിസ്, ആ ഒരു അസസ്മെന്റ് നമുക്ക് ചെയ്ത് വെക്കാം. ടാബുലേറ്റ് ചെയ്യാം ഡേറ്റ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ പല കാര്യങ്ങൾ വരും. ടീച്ചർമാരുടെ ക്വാളിറ്റി, ടീച്ചർമാർ ക്ലാസ് എടുക്കുന്ന രീതികള്, ക്ലാസ് റൂമിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻസ്, ക്ലാസ് റൂമിലെ സൗകര്യങ്ങള്, കുട്ടികളുടെ സ്ട്രെങ്ത്, കുട്ടികളും ടീച്ചറും തമ്മിലുള്ള പ്രൊപ്പോർഷൻ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർക്ക് എത്ര കുട്ടികൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും, ക്ലാസ് റൂമിലെ പ്രോപ്പർ വെന്റിലേഷൻ, കാറ്റ് തരുന്നത്, എല്ലാ കാര്യങ്ങളും വരും കേട്ടോ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ. പ്ലേ ഗ്രൗണ്ട് ഉണ്ടോ, കോകരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച്. ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടോ, ടീച്ചിങ് ആണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും സപ്പോർട്ടിങ് സ്റ്റാഫ് നമുക്ക് വേണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ ഈ പ്രൊഫൈല് നമ്മളിങ്ങനെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് അതിനെ ടാബ്ലേറ്റ് ചെയ്ത് ഒരു പ്രൊഫൈല് വരച്ചുണ്ടാക്കി ഈ പ്രൊഫൈൽ, അതായത് അസസ്മെന്റ് ചെയ്തത് സ്റ്റാഫിന് ഒരു ഡിസ്കഷന് പോലെ കൊടുക്കണം. കാരണം അതിന്റെ കുറവുകൾ എങ്ങനെ പരിഹരിക്കാം, അതിലെ പോസിറ്റീവ്നെസ് എങ്ങനെ കൂട്ടാം, ആ ഒരു രീതിയിൽ ആ ഡിസ്കഷന് വേണ്ടിയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് സോർട്ട് അനാലിസിസിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് അപ്പം അസസ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാം ടീച്ചർമാര് ഓരോ വർഷവും അവർക്ക് പല ചേഞ്ചസ് കൊടുക്കുമായിരിക്കും. ചെറിയ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് എടുക്കേണ്ട സബ്ജക്ട്സുകൾ ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റിലൂടെ അവർ കടന്നു പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിന്റെ ഇൻചാർജ് ആക്കാം, ഏതെങ്കിലും കോകരിക്കുലർ ആക്ടിവിറ്റീസിന്റെ കോർഡിനേറ്റർ ആക്കാം, ഏതെങ്കിലും പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആക്കാം. അങ്ങനെ പല പല ഡ്യൂട്ടീസും ടീച്ചേഴ്സിന് അസൈൻ ചെയ്യാറുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് അതിനനുസരിച്ച് പൊരുത്തപ്പെടണം, അഡാപ്റ്റ് ചെയ്യണം അവരുടെ റോൾസ്, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ, ഇപ്പോ ഞാൻ ഈ വർഷം ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല, നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആയപ്പോഴേക്കും എന്നെ ഏതെങ്കിലും സ്പോർട്സിന്റെ കുട്ടികളുടെ കോർഡിനേറ്റർ ആക്കിയെന്ന് വെച്ചു. ഞാൻ ചിലപ്പോ ചെറുപ്പത്തിൽ സ്പോർട്സ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ കുട്ടികൾ ചെയ്യുന്ന സ്പോർട്സ് എന്താണെന്നും അതിനെ കുറിച്ചൊരു ധാരണ എനിക്ക് വേണം. ഞാൻ എന്ത് ചെയ്യണം, ആ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ എന്റെ സ്കില്ല് ഞാൻ കൂട്ടണം, അത് സ്കില്ല് കൂട്ടണം. ഇനി പാരന്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടീച്ചർ കോർഡിനേറ്റർ ആണ് ഞാനെങ്കിൽ ഞാൻ എല്ലാ പാരന്റ്സുമായിട്ട് കണക്റ്റഡ് ആകും. ഒന്നിലേക്ക് അവരുടെ വീട്ടിൽ എനിക്ക് വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കണം, അങ്ങനത്തെ വരും. അപ്പൊ നമ്മളുടെ റോൾ എന്താണോ ആ റോളിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം, പൊരുത്തപ്പെട്ടു പോകണം. അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യണം. ഇപ്പൊ പാരന്റ്സുമായിട്ട് കണക്ട് ചെയ്ത് പോകണമെങ്കിൽ അവരെ കേൾക്കാൻ പറ്റണം എനിക്ക്. ആ ലിസണിങ് അതൊരു സ്കില്ലാണല്ലേ, അവരെ കേൾക്കാൻ പറ്റണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകില്ലായിരിക്കും, അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റണം, ആ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അത്
നല്ല രീതിയിൽ അവരിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റും. അവിടെയൊക്കെ എന്റെ സ്കില്ലാണ് വരുന്നത്. എനിക്ക് കുറെ നോളജ് ഉണ്ട്, പക്ഷെ കുട്ടികളിലേക്ക് എനിക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ രീതികൾക്കനുസരിച്ച് എനിക്കത് സിംപ്ലിഫൈ ആയിട്ട് ആ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. അല്ലാതെ ഇങ്ങനെ സ്പൂണിൽ ഫീഡ് ചെയ്യുന്ന രീതിയല്ല ചെയ്യേണ്ടത്. കുട്ടികളെ അതിനെ നമ്മൾ ഗൈഡ് ചെയ്യണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഫെസിലിറ്റേറ്റർ എന്ന് ഞാൻ പറഞ്ഞത്. ടീച്ചറിനേക്കാൾ ടീച്ചർ ഈസ് വൺ ഹൂ ഈസ് ടീച്ചിങ്. ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ആ ഗൈഡ് ചെയ്യുന്നു കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കാൻ, തന്നെത്താനെ പഠിക്കാനായിട്ട് കേപ്പബിൾ ആക്കുക കുട്ടിയെ. ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, ശരിക്കും 4 വയസ്സല്ല, 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ തന്നെ പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ പകുതി ജോലി അവിടെ കുറയുക. പക്ഷെ നമ്മൾ ഫുൾ ടൈം അവരുടെ കൂടെ ഇരുന്ന് എത്ര പ്രായമായാലും അവർ ഇൻഡിപെൻഡന്റ് ലേണിംഗിലേക്ക് അവർ വരില്ല. അതാണ് പറ്റുന്നത്. വൺസ് അവർ പഠിച്ചെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് എന്നോട് അതൊന്ന് ചോദിക്കാമോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്തത് ശരിയാണോ, അതൊക്കെ ഓക്കെ. പക്ഷെ അതല്ല നമ്മൾ കുത്തിയിരുത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ശരിക്കും അവരൊരു 4th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ലേണിംഗിലേക്ക് അവർ വരണം. ആ രീതിയിൽ നമ്മൾ അവരെ ഗൈഡ് ചെയ്യണം. അത് സ്വന്തം ആസ് എ പാരന്റ് ആണെങ്കിലും ആസ് എ ടീച്ചർ ആണെങ്കിലും. ഇങ്ങനെ വേണമെങ്കിൽ ഒരു ടീച്ചർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റണം, ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് അവൈലബിൾ റിസോഴ്സസ്, എന്തൊക്കെ റിസോഴ്സസ് ആണോ ടീച്ചർക്ക് കിട്ടുന്നത്, ഈവൻ ഒരു ചോക്കും ബോർഡും മാത്രം ഉണ്ടെങ്കിൽ പോലും ചില ടീച്ചേഴ്സ് കണ്ടില്ലേ എത്ര ഭംഗിയായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിനെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാരണം കൂടുതൽ റിസോഴ്സസ് ആണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ട്. ഫിംഗർ ടിപ്സിൽ തന്നെ ടീച്ചർക്ക് പല കാര്യങ്ങളും തന്നെത്താനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ചെയ്യാനോ ഒരാളുടെ അടുത്ത് ചോദിക്കാനോ പോകേണ്ട ആവശ്യം വരാറില്ല. പെട്ടെന്ന് തന്നെ ആ ഡൗട്ട്സ് വിത്തിൻ ടൈം അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ സ്കൂൾ മാനേജ്മെന്റിന്റെ ആ ഒരു ക്വാളിറ്റി ആസ്പെക്ട്സ് പറയുന്നു, അതുപോലെ തന്നെ ലേണിംഗ് പ്രോഗ്രസ് പറയുന്നു. സമയത്ത് നമ്മളിപ്പോ ടീച്ചറെ മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞു. ടീച്ചർ സ്കിൽഫുൾ ആയിരിക്കണം, ടീച്ചർ അഡാപ്റ്റഡ് ആകണം, ടീച്ചർക്ക് കിട്ടുന്ന റോൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടീച്ചർ ഡെവലപ്പ് ആകണം, അങ്ങനെയെല്ലാം പറഞ്ഞു. ഇത് കൂടാതെ ഈ ഒരു ലേണിംഗ് നല്ല രീതിയിൽ നടക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. പാരന്റ്സിന്റെ ഇന്റർവെൻഷൻ നമുക്കറിയാം. അതിനുവേണ്ടി സ്കൂളുകളിൽ പാരന്റ്സ് കൗൺസിൽ ഉണ്ട്, PTA പോലുള്ള കാര്യങ്ങൾ. SDMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. പേജ് നമ്പർ 69 ആണ് അടുത്ത പേജ്. ഇതൊന്നു ആ ചാപ്റ്ററിലെ 4ാമത്തെ പേജ്. മാം പേജ് ഒന്ന് ഷെയർ ചെയ്യാമോ സ്ക്രീൻ? ഞങ്ങൾക്ക് PG ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ആണോ? അയ്യോ, ഷെയർ ചെയ്യാട്ടോ. PG ക്ലാസ്സിൽ എല്ലാവരുടെയും ടെക്സ്റ്റ് ഉണ്ടാവാറുണ്ട്. അത് കാരണം ഞാൻ ഇതെവിടെ കൊണ്ടുപോയി.
കാണാല്ലേ. നമ്മള് ടീച്ചറുടെ രീതികളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു. ടീച്ചർ സ്കിൽഫുൾ ആയിരിക്കണം, ടീച്ചർ ഡെവലപ്പ് ചെയ്യണം, എന്താണോ റോൾ കിട്ടിയിരിക്കുന്നത് അതിനനുസരിച്ച് അഡാപ്റ്റഡ് ആകണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം, ഗൈഡ് ചെയ്യണം, നല്ലൊരു ഇൻഡിപെൻഡന്റ് ലേണിംഗ് കുട്ടികൾ തന്നെ പഠിക്കുന്ന രീതിയിൽ, തന്നെത്താൻ അവർ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ, കുട്ടികളെ ആക്കുന്ന രീതിയിൽ നമ്മൾ ഗൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടാതെ ഈ ഒരു എഫക്റ്റീവ് ആയിട്ട് സ്കൂൾ മാനേജ്മെന്റ് നടക്കണമെങ്കിൽ വേറെയും ചില ഫാക്ടേഴ്സ് വേണം. പ്രത്യേകിച്ചും സ്കൂളും പാരന്റ്സും തമ്മിലുള്ള കണക്ഷൻ, അങ്ങനെയുള്ള രീതിയിൽ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് SDMC, CAC ആൻഡ് പാരന്റ്സ് കൗൺസിൽ. സ്പെല്ലിംഗ് പാരന്റ്സ് എന്നുള്ളത് ഒന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. SDMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. SDMC സ്കൂളിന്റെ ഡെവലപ്മെന്റ് എപ്പോഴും അതിനെ മോണിറ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റി, കുറെ എക്സ്പേർട്ടുകൾ ചേരുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കമ്മിറ്റി. എന്തോ SDMC ഒന്നുകൂടി പറയുവോ? സ്കൂൾ ടൈപ്പിംഗ് സ്പീഡുള്ള ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കണേ. സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. CAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഡെവലപ്മെന്റ്, ജെനിമോളും രേവതിയും അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്, മോണിറ്ററിംഗ് എന്നാണ് MONITORING, മോണിറ്ററിംഗ് കമ്മിറ്റി. കുറെ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഇരിക്കുന്നത് സ്കൂളിന്റെ ഡെവലപ്മെന്റ് അതങ്ങനെ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു സപ്പോർട്ട് എവിടെയെങ്കിലും കൂട്ടുകൂടും ഉള്ള പോലെ തന്നെ ആ ഒരു ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പോലെ തന്നെയാണ് CAC, കോളേജ് അക്കാദമിക് സെൽ. CLL സെല്ലാണ്, കോളേജ് അക്കാദമിക് സെൽ. സെയിം ഫംഗ്ഷൻ തന്നെ. സ്കൂളിലെ SDMC എന്നുള്ളത് പോലെ തന്നെ കോളേജിലുള്ളതാണ് CAC. പിന്നെ പാരന്റ്സ് കൗൺസിൽ, അത് നമുക്കറിയാം, നമ്മുടെ PTA അല്ലെ. പിന്നെ നമുക്കറിയാം കോളേജ് അക്കാദമിക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമോ? കോളേജ് അക്കാദമിക് സെൽ, സെൽ സെൽ കോളേജ് അക്കാദമിക് സെൽ. പിന്നെ പാരന്റ്സ് കൗൺസിൽ, നമ്മുടെ PTA. ഇതെല്ലാം എന്തിനാണ്? ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ടീച്ചേഴ്സ് ഒറ്റയ്ക്കല്ല ഈ പണി മുഴുവൻ എടുക്കേണ്ടത്. മനസ്സിലായോ? ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാനുള്ള സപ്പോർട്ടിംഗ് ഏജൻസീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞ SDMC, സ്കൂൾ തലത്തിലുള്ളതും കോളേജ് തലത്തിലുള്ള CAC, പിന്നെ പാരന്റ്സ് കൗൺസിൽ എല്ലാ സ്കൂളുകളിലും തന്നെ ഉണ്ട്. പിന്നെ നമുക്കറിയാം, ഇപ്പൊ നിങ്ങളിപ്പോ ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ നമ്മൾ എവിടെയെങ്കിലും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ആ ഒരു നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക സബ്ജക്റ്റ് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, അത് കൂടാതെ എക്സ്ട്രാ കുറെ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുമായിരിക്കും. സ്പോർട്സ് വരുമ്പോ, ആർട്സ് വരുമ്പോ, ഓണം സെലിബ്രേഷന്, ക്രിസ്മസ് സെലിബ്രേഷന്, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളെയും കൊണ്ട് പുറത്തെവിടെയെങ്കിലും വേറെ എന്തെങ്കിലും കോമ്പറ്റീഷൻ, ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുപോകാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു ഡ്യൂട്ടീസ്, ആക്ടിവിറ്റീസ് നമുക്ക്. അതുപോലെ തന്നെ മലയാളം ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ്, സോഷ്യൽ ക്ലബ്, സയൻസ് ക്ലബ് എന്നൊക്കെ പറഞ്ഞ പല പല ചെറിയ ചെറിയ അസോസിയേഷൻസും ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ചാർജ് ഏതെങ്കിലും ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും. കുട്ടികളായിരിക്കും മെമ്പേഴ്സ്, ഏതെങ്കിലും ടീച്ചർ ആയിരിക്കും കോർഡിനേറ്റർ. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരു ടീച്ചർക്ക് വേണം. അതുകൂടാതെ തന്നെ നമ്മൾ ഏതോ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ടീച്ചർ നല്ലപോലെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, എഴുതുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് എഴുതിക്കും. അതൊക്കെ ഇനി വരുന്നുണ്ട്, ഇവിടെ എവിടെയൊക്കെയോ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ എന്താണോ അവരുടെ പൊട്ടൻഷ്യൽ എന്താണോ അതിനവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കും. പിന്നെ മാത്സ് ടീച്ചർക്ക് നല്ലപോലെ ഒരു ഡാൻസർ ആണ് മാത്സ് ടീച്ചർ എങ്കിൽ ആനുവൽ ഡേ വരുമ്പോൾ കുട്ടികളെ ഡാൻസ്
പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്സ് ടീച്ചർ ഏർപ്പാടാക്കും അല്ലെ. മാത്സ് മാത്രമേ പഠിപ്പിക്കുള്ളൂ അങ്ങനെയുള്ള രീതിയിലല്ല, ടീച്ചറിന്റെ ഒരു സ്കില്ല് വേറെ ഏതെങ്കിലും ഏരിയയിൽ ഉണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസിലെല്ലാം ടീച്ചേഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കും. ഓക്കെ, അങ്ങനെ പല രീതിയിലുള്ള ടൂൾസ്, ഇപ്പൊ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും സെൻട്രൽ ബോർഡ് ആണെങ്കിലും നമുക്കറിയാം നമ്മുടെ നാട്ടില് സ്റ്റേറ്റ് ബോർഡ് ഉണ്ട്, SSLC, CBSE, ICSE, ISC എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ബോർഡ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഇതിലെല്ലാം ഇവർക്കെല്ലാം പല രീതിയിലുള്ള ടൂൾസ് ഉണ്ടായിരിക്കും ഇവരെ അസസ് ചെയ്യാനായിട്ട്, അവരുടെ ക്ലാസ് റൂമിലെ പ്രോഗ്രസ് അല്ലെങ്കിൽ ക്ലാസ് റൂം പ്രോസസ്, അവരുടെ ലേണിംഗ് എവിടെ വരെ എത്തി, ആ ഒരു ലേണിംഗ് അച്ചീവ്മെന്റ്, ടീച്ചേഴ്സ് അസസ്മെന്റ്, പിന്നെ SDMCയുടെ ഫംഗ്ഷനിങ്, അങ്ങനത്തെ നമുക്കറിയാം ഓരോന്നിന്റെ ഹെഡ് ആയിട്ടുള്ള ടീച്ചർമാര്, കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ടീച്ചർമാര്, അങ്ങനെ പല രീതിയിലും അവരുടെ റോൾസ് ഉണ്ടാവും. പിന്നെ ഇവരെയെല്ലാം ട്രെയിൻ ചെയ്യണം അല്ലെ. പുതുതായ ഒരു ടീച്ചർ ചാർജ് എടുക്കുന്നു, ടീച്ചർക്ക് അറിയില്ല സ്കൂളിലെ രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്, അപ്പൊ ടീച്ചർക്ക് അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കണം. അതുകൂടാതെ ടീച്ചേഴ്സിന് ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലൊക്കെ പല കാര്യങ്ങളിലും ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കൂള് റീഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെക്കേഷൻ ടൈമിൽ നല്ല രീതിയിൽ ട്രെയിനിങ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ടീച്ചർമാർക്ക് നല്ല 10 ദിവസമൊക്കെ ക്യാമ്പ് പോലെ ചെയ്ത് ട്രെയിനിങ് കൊടുക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട് പലയിടത്തും. ഞാൻ എപ്പോഴും അറ്റൻഡർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ SN ട്രസ്റ്റിന്റെ സ്കൂളുകൾ ഉണ്ടല്ലോ, SN ട്രസ്റ്റിന്റെ സ്കൂളുകൾ ആ കേരളത്തിലുടനീളമുള്ള സ്കൂളുകളെ അവിടെ നിന്ന് ടീച്ചർമാരെ അവര് ചേർത്തലയിലുള്ള SN ട്രസ്റ്റിന്റെ ഒരു വലിയൊരു കോളേജോ എന്തോ ഉണ്ടെന്തോ അവിടെ കൊണ്ടുവന്നിട്ട് ടീച്ചേഴ്സ് എല്ലാം സ്റ്റേ ചെയ്യുക. 3 ദിവസത്തെ ക്യാമ്പ്, അതിലൊരു സെഷനായിരുന്നു ഞാനും എന്റെ മാമും കൂടെ പോയി ചെയ്ത പെയിന്റിങ്ങും. അവരെ റിഫ്രഷ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു റിഫ്രഷ്മെന്റ് കോഴ്സ് പോലെ പെയിന്റിങ്ങും ഡ്രോയിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാ സബ്ജക്റ്റിലെ ടീച്ചർമാരും ഉണ്ടായിരുന്നു. സയൻസും ആർട്സും മാത്സ് ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. അപ്പൊ ആർട്സ് ഡ്രോയിങ് ഒക്കെ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര അവരുടെ ഇനി ചെയ്യാൻ പോകുന്ന എന്താ പറയാ ഒരു നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ അവർക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുമായിരുന്നു. കുട്ടികൾക്ക് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്, പിന്നെ ക്രാഫ്റ്റ് ചെയ്യിക്കുന്നത്, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അതില്. അങ്ങനെ പിന്നെ എല്ലാ മേഖലയിൽ നിന്നുള്ള ടീച്ചർമാരുണ്ടായിരുന്നു. ബാക്കി സബ്ജക്റ്റുകാർക്ക് അവരുടെ ഒരു റിഫ്രഷ്മെന്റ്. അപ്പൊ നമ്മള് കുറെയൊക്കെ ജോമെട്രിക്കൽ ഷേപ്സ് വരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുപോയിരുന്നു. കാരണം മാത്സ് ടീച്ചേഴ്സ് ഒക്കെ വരുമല്ലോ, അവർക്ക് കുട്ടികളെ ഈസി ആയിട്ട് ജോമെട്രിയുടെ ഷേപ്സ് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടെക്നിക് പോലെ അങ്ങനെ ഞങ്ങൾ ഡിസൈൻ ചെയ്താണ് കൊണ്ടുപോയത്. അപ്പൊ ആർട്ടായിട്ടുള്ളവർക്കും അത് വർക്ക് ചെയ്യുവാണല്ലോ, പെയിന്റിങ്ങും അതും ഇതുമാണ്. മാത്സ് ടീച്ചേഴ്സിനും എളുപ്പമായി. ആ രീതിയിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സ്കൂളുകൾ ജയിക്കുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. എന്നിട്ട് അവിടെ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ ഭാര്യയും വിസിറ്റ് ചെയ്തിരുന്നു പ്രോഗ്രാം നടക്കുന്ന സമയത്ത്. അവർ നമ്മുടെ സെഷനിലായിരുന്നു വന്നത്. കാരണം ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ സെഷനായിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരിക്ക് ഇങ്ങനെ തുണികളിലുള്ള പെയിന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാമാണ് ആ ഒരു, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ പിടിയില്ല, അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞു വന്നത് ഒരു ടീച്ചർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ടീച്ചർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ആ ടീച്ചർ സ്വന്തം സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് സെൽഫ് അനാലിസിസിന് SWOT അനാലിസിസ് മെത്തേഡ് യൂസ് ചെയ്യാം. അതുകൂടാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പെർഫോമൻസിനെ മുഴുവനായിട്ടും അസസ് ചെയ്യാനും നമുക്ക് SWOT അനാലിസിസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചേഴ്സ് മാത്രം അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അത് കൂടാതെ ആ ഒരു സ്കൂളിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യിക്കാനായിട്ട് പല രീതിയിലുള്ള കൗൺസിൽസ് സ്കൂളിൽ ഉണ്ടാകും, കോളേജ് തലങ്ങളിലും ഉണ്ടാകും. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. SDMCയും CSCയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഇവിടെ ടീച്ചേഴ്സിന് ടൈംലി ഉള്ള ട്രെയിനിങ് കൊടുക്കണം. പലപ്പോഴും നമ്മളുടെ ഉദ്ദേശം കുട്ടികളെ ഇൻഡിപെൻഡന്റ് ലേണിങ്ങിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ക്ലാസ് എടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് സെമിനാർ എടുക്കാൻ റെഡി ആണെങ്കിൽ ടോപ്പിക് സെലക്ട് ചെയ്ത്
പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മൾ സെമിനാറിന് ഒരു സ്ലോട്ട് 2-3 സ്ലോട്ടൊക്കെ അങ്ങനെയായിട്ട് തരും. ആ സമയത്ത് ക്ലാസ്സിൽ തന്നെ ചെയ്യാൻ താല്പര്യമുള്ളവരെ ക്ലാസ്സിൽ തന്നെ ചെയ്യാം. ഇനി അതല്ല അഡീഷണൽ സ്ലോട്ട് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് സെമിനാർ ക്ലാസ്സിൽ തന്നെ എടുക്കണം എന്നുള്ളവര് ഇത് അതിനനുസരിച്ച് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. 2 മാസം കൊണ്ടെങ്ങാണ്ട് തീർക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചെയ്യണം. ടോപ്പിക് എടുത്ത് പോകുമ്പോൾ ചില ടോപ്പിക് എത്തുമ്പോൾ ഇത് എനിക്ക് സെമിനാർ എടുക്കാൻ നന്നായിരിക്കും എന്ന് തോന്നുവാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അറിയിക്കുക. ഇനി ഒരു ടോപ്പിക് തന്നെ 2 പേര് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ട സമയത്ത് പ്രസന്റ് ചെയ്തോളൂ. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല, നിങ്ങൾ അതിന്റെ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കി വെക്കണം. അത് ഞാൻ ഉടനെ വേണമെന്നൊന്നും പറയില്ല, കാരണം നമുക്കിപ്പോ ടൈം ടൈറ്റ് ആയതുകൊണ്ടേ അത് റിപ്പോർട്ട്, അതായത് ഒരു സെമിനാർ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുന്ന പോലെ തന്നെ എഴുതി ഉണ്ടാക്കണം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മാർക്ക് ലിസ്റ്റില് 100 മാർക്കിനാണ് ഈ സെമിനാറിന്റെ മാർക്ക് കിടക്കുന്നത്. എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഏത് സെമിനാറാണ് നിങ്ങൾ എടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് റിപ്പോർട്ട് എടുത്ത് കാണിക്കാൻ ഉണ്ടാവണം. അല്ലാതെ നമ്മള് വാക്കാൽ പറഞ്ഞാൽ ചിലപ്പോൾ അവരത് ഫുൾ ഡൈജസ്റ്റ് ചെയ്തെന്ന് വരില്ല. അവർ വിചാരിക്കും ഇതിപ്പോ ഫേക്ക് ആണ്, ചുമ്മാ മാർക്ക് കിട്ടി എന്നുള്ള ധാരണയുണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മുടെ പ്രൊഫൈലില് കറക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യും. അതർ അച്ചീവ്മെന്റ്സിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സെമിനാർ ആണ് ഞാൻ എടുത്തത് എന്ന് പ്രൊഫൈലില് ആഡ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. കണക്ഷൻ എന്തോ പ്രോബ്ലം വരുന്നുണ്ട്. കേൾക്കാമോ? കണക്ഷൻ കട്ടാവാൻ പോകുന്ന പോലെ ഒരു മെസ്സേജ്. മാം ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവാ. ഇവിടെ ഇങ്ങനെ ഞാനൊന്ന് ഫോണിൽ നിന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം മാം. ക്ലിയർ അല്ലേ? ക്ലിയർ. സ്ക്രീൻ എവിടെ ഇരിക്കട്ടെ. ചെറുതായിട്ട് സ്റ്റക്ക്. വൈഫൈ കട്ടായി, ഞാൻ ഫോണിൽ നിന്ന് കയറിയേക്കാം. ഓക്കെ ഫൈൻ. ചിലപ്പോ ഞാൻ വീഡിയോ ചിലപ്പോൾ കുറച്ച് പ്രശ്നമായിരിക്കും. പ്രസന്റേഷൻ കാണാമോ? പ്രസന്റ് ചെയ്ത് കാണാമല്ലോ അല്ലെ?
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പല രീതിയിലുള്ള കൗൺസിൽസും സപ്പോർട്ടിംഗ് ഏജൻസീസും ഈ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യാം. അത് നമുക്കൊരു ലെസൺ അല്ലാതെ കിട്ടും. ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യണം. ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ കരിക്കുലവും ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇനി ഓരോ സെക്ഷൻസിനായിട്ട് അത് പഠിക്കും. സൂപ്പർവിഷൻ എന്നുള്ളതും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ നെക്സ്റ്റ് ലെസൺസിൽ പഠിക്കും. ഇനി നമുക്കറിയാം, ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ എവിടെയെങ്കിലും പോയിട്ടുള്ളവർക്ക് അറിയാം, ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത്? ആദ്യം എന്ത് ടോപ്പിക്കാണോ നമ്മൾ എടുക്കാൻ പോകുന്നത് അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നമ്മൾ അത് ലേൺ ചെയ്യും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യും. ഈ പ്രിപ്പറേഷൻ നമ്മൾ നടത്തും. പിന്നെ ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ മുന്നിൽ ഇരുത്തിയിട്ട് ഒന്ന് പഠിപ്പിക്കും. ഇപ്പൊ സെമിനാർ എടുക്കണം, 10 മിനിറ്റേ ഉള്ളൂ നിങ്ങൾക്ക് സമയം എന്ന് പറയുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ടോപ്പിക് എല്ലാം സെലക്ട് ചെയ്ത് മെയിൻ ഏറ്റവും നല്ല പോയിന്റ്സ് എല്ലാം എഴുതി വെച്ച് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഇങ്ങനെയുള്ള റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ 10 മിനിറ്റിൽ ഞാനിത് ഫിനിഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കും. 10 മിനിറ്റിൽ അത് ചെയ്യാൻ പറ്റുന്നോ എന്ന് നമ്മൾ കണ്ണാടിന്റെ മുന്നിലോ അല്ലെങ്കിൽ പറയും ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു, നമ്മുടെ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴേക്കും നമുക്കത് കറക്റ്റ് ചെയ്യാൻ സമയം കിട്ടി. നെക്സ്റ്റ് നമ്മൾ ആ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവിടെ പോയി നമ്മൾ ഈ പ്ലാൻ ചെയ്തത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, നമ്മൾ തന്നെ അനലൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളുടെ വളരെ അടുത്ത ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചർമാരോ ഒരു ഫീഡ്ബാക്ക് തരും, നന്നായിരുന്നു, നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ നീ ഇതുകൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ പറയുന്നത്, അവർ പറയും ഇങ്ങനെയും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും, ഇത് നല്ലതായിരുന്നു അപ്പം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഫീഡ്ബാക്ക് ഒക്കെ തരൂല്ലേ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ ആ ഇവാലുവേഷനാണ് ലാസ്റ്റ് നടക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോഴും മാത്രമല്ല, നമ്മൾ കുട്ടികളെ കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യിക്കുമ്പോഴും നമുക്ക് ഇത് തന്നെ ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യാം. ശരിക്കും ആ 3 സ്റ്റെപ്സ് ആണ് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. പിന്നെ നമ്മൾക്ക് അറിയേണ്ടതായിട്ടുള്ള, നമുക്ക് മനസ്സമാധാനം കിട്ടേണ്ട ലാസ്റ്റ് സ്റ്റെപ്പിന്റെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തതിന്റെ നല്ലൊരു റിസൾട്ട് ഔട്ട്കം കുട്ടികളിൽ വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അല്ലാതെ ഞാനത് പ്രസന്റ് ചെയ്തു എല്ലാം പറഞ്ഞു കൊടുത്തു അവിടെ കൊണ്ട് തീരില്ല ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി. ഞാൻ കൊടുത്തത് കുട്ടികളിലേക്ക് എത്തിയോ എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. നമ്മൾ പല രീതിയിലുള്ള അസസ്മെന്റുകൾ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ സ്കൂളുകളിൽ പരീക്ഷകളേ ഉള്ളൂ, പക്ഷെ നമ്മൾ കുട്ടികളുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് വാങ്ങും. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് ചുരുക്കി പറയാമോ എന്നൊക്കെ അവരോട് ഒരു ഇന്ററാക്റ്റീവ് ഒരു ഡിസ്കഷൻ നടത്തുവാണെങ്കിൽ അവർക്ക് അത് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അത് നമുക്ക് പിടികിട്ടും. ഇപ്പൊ ടീച്ചറുടെ റോളുകൾ വളരെ കൂടുതലാണ് ഒരു ക്ലാസ് റൂമിൽ. ഒരു ഓർഗനൈസറാണ്, പിന്നെ വൈഡ് റേഞ്ച് ഓഫ് റോളാണ് ടീച്ചർക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിന്റെയും സ്റ്റുഡൻസിന്റെയും കാര്യത്തിൽ കുറേ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അത്രയും ഒരു ഡിവൈൻ ആയിട്ടുള്ള ജോബാണ് ടീച്ചർ എന്ന് പറയുന്നത് അല്ലെ. പലരും ഷെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. നമുക്കറിയാം ചില സ്കൂളുകളിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ എത്രയോ ലക്ഷം കൊടുത്ത് മാനേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള ചില എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടല്ലോ, ഗവൺമെന്റ് ആയിട്ട് സാലറി കൊടുക്കുന്നത്, പക്ഷെ അവിടെ ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ മാനേജ്മെന്റ് ആയിരിക്കും. അങ്ങനത്തെ സ്കൂളുകളിലൊക്കെ ആളുകൾ ക്യാഷ് കൊടുത്തിട്ട് കയറും, ലക്ഷങ്ങളാണല്ലേ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്ത് കയറുമ്പോൾ ശരിക്കും എത്രയും പെട്ടെന്ന് ആ കാശ് തിരിച്ചുണ്ടാക്കുക എന്നുള്ള ഒരു ചിന്ത ടീച്ചർമാരിൽ വരും. പക്ഷെ പലപ്പോഴും ആ ടീച്ചർമാർ മാറാൻ കാരണം മുന്നിൽ വരുന്ന കുട്ടികളാണ്. അവര് ആ കുട്ടികളുടെ ആ ഒരു എന്താ പറയാ സ്നേഹം കിട്ടുമ്പോഴേക്കും ആ ഒരു ടീച്ചർ അങ്ങ് മാറുവാണ്, ടീച്ചർക്ക് ചേഞ്ചസ് വരും. എന്തായാലും ഇതിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വീണ്ടും കണക്ഷൻ പോയല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ നേരിട്ട് പറഞ്ഞ ടീച്ചർമാരും ഉണ്ട് കേട്ടോ. അവരിങ്ങനെ പറയും ഈ മോണ്ടിസോറി അതുപോലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മോണ്ടിസോറിയുടെ കോഴ്സ് ഇങ്ങനെ ചെയ്യാനായിട്ട് വരും. സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ഓൺലൈൻ ആണല്ലോ. അപ്പൊ
ഫീ ഒക്കെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊരു ധാരണയിൽ വരും. പക്ഷെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അവർ പറയാം ഞങ്ങളങ്ങ് മാറുമായിരുന്നു എന്ന്. ശരിക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നൊക്കെ ഷെയർ ചെയ്ത ടീച്ചർമാരുണ്ടായിരുന്നു നമ്മുടെ പല ബാച്ചിലും. അതുവരെയും ഞാൻ ക്ലാസ്സിൽ പോകുന്നു, എന്റെ പോർഷൻ എടുക്കുന്നു, തിരിച്ചു വരുന്നു. അല്ലാണ്ട് കുട്ടികൾ എന്ത് മനസ്സിലാക്കിയിരുന്നു, കുട്ടികൾക്ക് എന്ത് കിട്ടിയെന്നുള്ളതോ ഞാൻ ചിന്തിക്കാറില്ല. പക്ഷെ മാറി ചിന്തിച്ചു എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. പറയാം, അതിനുശേഷമാണ് ഞാൻ ആ ജോലി ജീവിതത്തിന്റെ ഭാഗമായി മാറി, ഒരു പാഷനായി മാറി. പാഷൻ ആണെങ്കിൽ നമ്മൾക്കൊരു മടുപ്പും തോന്നില്ല, നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും, കുട്ടികളുടെ ഹൃദയത്തിൽ തൊടാനായിട്ട് തോന്നും. അതൊക്കെയാണ് ആ ഒരു വ്യത്യാസം. അപ്പൊ നമ്മളുടെ റോള് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഒരു ക്ലാസ് റൂമിൽ ടീച്ചറുടെ റോളിനെ പറ്റി നമ്മൾ പറഞ്ഞു. ടീച്ചർ എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ക്ലാസ് റൂം സെറ്റിംഗ്സിൽ പല രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും, പല രീതിയിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നുകൊണ്ട് തന്നെ അതാ പറഞ്ഞ അവൈലബിൾ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ആ ക്ലാസ് റൂമിൽ നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്ന രീതിയിൽ ഒരു ടീച്ചർ മാറും എന്നുള്ളത് നമ്മൾ പറയും. ഇനി സ്കൂള് ഓർഗനൈസ് ചെയ്യുന്ന പല പ്രോഗ്രാംസും ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ആക്ഷനിലേക്ക് കൊണ്ടുവരിക, ഇതും ചെയ്യേണ്ടത് ടീച്ചർ തന്നെയാണ്. ടീച്ചറുടെ റോളാണ്. ടീച്ചറുടെ റോള് പോലെ എന്തെല്ലാം കാര്യങ്ങളിൽ ഗെയിം ചെയ്യാനുള്ളത്. സ്കൂളിന്റെ പ്രോഗ്രാംസിന്റെ ഓരോന്നിന്റെയും ഒബ്ജക്റ്റീവ് എന്താണ് ശരിക്കും ഒരു റിസൾട്ടായിട്ട് കിട്ടേണ്ടത്, അതിന് വേണ്ട എന്തെല്ലാം എഫക്റ്റീവായിട്ട് ഏതെല്ലാം കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് ആ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഒരു സ്പോർട്സ് നടക്കുകയാണ്, സ്പോർട്സിൽ ഇപ്പൊ സ്കൂള് നടത്തുന്ന ആ ഒരു സ്പോർട്സിൽ കുട്ടികളെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നു. കാരണം കുട്ടികൾക്ക് നല്ലൊരു പ്രാക്ടീസ് കിട്ടുന്ന ഒരു ഇടമാണ്. അത് ചെയ്യിച്ചതിന് ശേഷം ഈ പുറത്ത് ഏതെങ്കിലും സ്കൂളുമായിട്ട് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും ചിലപ്പോൾ സ്കൂളിൽ അത്രയും പ്രാക്ടീസ് കൊടുക്കുന്നത്. അങ്ങനെ മത്സരിപ്പിക്കാനായിട്ട് പോകുന്നു. ഈ മത്സരിപ്പിക്കാനായിട്ട് പോകുമ്പോഴേക്കും അതിന് വേണ്ടുന്ന പ്ലാനുകളും എഫക്റ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യും. സ്പോർട്സ് മാത്രമല്ല കേട്ടോ, മറ്റ് പ്രോഗ്രാമുകളും ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം. ക്ലാസ് റൂമിൽ നടക്കുന്ന പല രീതിയിലുള്ള ടാസ്ക്, ക്ലാസ് വൈസ് പല പ്രോഗ്രാംസ് നടക്കും. അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളും ഈ ഒരു ടീച്ചർ തന്നെയാണ്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ക്ലാസ് റൂം ക്ലൈമറ്റ് ഫോസ്റ്റർ ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക, അതും ടീച്ചർ തന്നെയാണ് ചെയ്യുന്നത്. അതിന് കുട്ടികളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാകണം, എന്നാലാണ് ക്ലാസ് റൂമിലെ പല ആക്ടിവിറ്റീസും ടീച്ചർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഞാൻ ചില ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടോ, അവർക്ക് കുറേ ഐഡിയാസ് ഉണ്ടാകും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റാളുകളുടെ സപ്പോർട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. Next, achieving capability and optimal student learning through sound management of time, person and resources. എപ്പോഴും പറഞ്ഞ ആൾക്ക് സമയത്തുന്ന ടൈമിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അവൈലബിൾ റിസോഴ്സിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അത് കുട്ടികളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളത് അതൊരു ടീച്ചറുടെ കഴിവ് തന്നെയാണ്. അതിന് വേണ്ടുന്ന ഇപ്പം 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികളിലേക്കും അത് നല്ല രീതിയിൽ എത്തിക്കുക, അതാണ് ടീച്ചറുടെ ഒരു എയിം തന്നെയാണ്. പിന്നെ ക്ലാസ്സിലെ കുട്ടികൾ നമ്മൾ ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കും. കുട്ടികൾക്കും മനസ്സിലാക്കാൻ സൊസൈറ്റിയാണെങ്കിലും അവരുടെ റോൾ അവർക്ക് അസൈൻ ചെയ്ത ടാസ്ക് അവർ നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാം. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ക്ലാസ് റൂമിൽ പലപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും, ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കോർഡിനേറ്റ് ചെയ്യും. ഒരു ഓവറോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിന്റെ
സക്സസ് എന്ന് പറയുന്നത് അതിലെ ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സക്സസ് എന്ന് പറയുന്നത് ഒരു ടീച്ചറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടീച്ചർ ക്ലാസ് റൂം നല്ല രീതിയിൽ മാനേജ് ചെയ്യുവാണെങ്കിൽ അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുഴുവനും അതിൻ്റെ ഒരു ഔട്ട്കം വരും. അങ്ങനെ ഒരു ടീച്ചറുടെ ഒരു എഫേർട്ട് തന്നെയാണ് പലപ്പോഴും ഒരു സ്കൂളിന്റെ ഔട്ട്കമ്മിൽ വരുന്നത്. പല സ്കൂളുകളും എന്നിട്ട് ടീച്ചേഴ്സിന് അപ്രൈസിൽ കൊടുക്കും അല്ലെ, ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവർ അവാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആനുവൽ ഡേയുടെ സമയത്തൊക്കെ കൊടുക്കാറുണ്ട്. അതുകൂടാതെ സ്റ്റാഫിന്റെ മീറ്റിങ്ങിനിടയിലും ടീച്ചർമാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന ഓരോരോ ആക്ടിവിറ്റീസ്. അത് അവരെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിൻ ഷോട്ട് ഒരു ടീച്ചർ എന്തെല്ലാം റോളുകൾ ചെയ്യുന്നുണ്ടെന്ന് അവിടെ സ്റ്റാർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിസോഴ്സ് പ്രൊവൈഡർ ആണ്, ഇൻസ്ട്രക്ഷണൽ സ്പെഷ്യലിസ്റ്റ് ആണ്, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കരിക്കുലം സ്പെഷ്യലിസ്റ്റ് ആണ്, ക്ലാസ് റൂം സപ്പോർട്ടർ ആണ്. പല സിലബസ് ഡിസൈൻ ചെയ്യുന്നതിൽ ടീച്ചർമാർക്ക് നല്ല റോള് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ സിലബസിൽ കുട്ടികൾക്ക് എന്തെല്ലാം വേണം എന്നുള്ള രീതിയിൽ അവർ ഡിസൈൻ ചെയ്യാറുണ്ട്. പിന്നെ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് വേണം, ആ ഒരു സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ലേണിംഗ് ഫെസിലിറ്റേറ്റർ ആണ്, നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആണ്. മെന്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗൈഡാണ്. പണ്ട് ഗൈഡ് എന്നായിരുന്നു യൂസ് ചെയ്തിരുന്നത്, മെന്ററാണ്. മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിക്കില്ല. എന്താണോ കുട്ടിയുടെ പൊട്ടൻഷ്യൽ അതിനനുസരിച്ച് വേണ്ടുന്ന രീതിയിലുള്ള സപ്പോർട്ട്, ഗൈഡൻസ് കൊടുക്കുന്നു മെന്റർ. സ്കൂൾ ലീഡറാണ്. സ്കൂൾ ലീഡർ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്, പക്ഷെ ആ സ്കൂളിന്റെ പല ആക്ടിവിറ്റീസും ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ സ്കൂൾ ലീഡറാണ്. ഡേറ്റ കോച്ചാണ്, ഒരു ഇൻഫർമേഷൻ നിറയുള്ള ഒരു വ്യക്തി, ഡേറ്റാസ് നിറയുള്ള ഒരാൾ ആണ് ഡേറ്റ കോച്ച്. പിന്നെ ചേഞ്ചസ് വരുത്തുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച്, എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു നമ്മൾ പറയില്ലേ, ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തുമ്പോഴേക്കും അതിലൊരു ചേഞ്ചിന് വേണ്ടി കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ, അതുപോലെ ഒരു കാറ്റലിസ്റ്റ് ഫോർ ചേഞ്ച് മെന്റർ പോലെ തന്നെ ആണ് അത് പറയുന്നത്. പിന്നെ ലേണറാണ്, ശരിക്കും വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്ന, അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലാതെ എല്ലാം തികഞ്ഞ ആളാണ് ഞാൻ, എനിക്കിനി പഠിക്കാനൊന്നുമില്ല, എനിക്ക് എല്ലാ അറിവും ഉണ്ടെന്ന് ഒരിക്കലും ഒരു ടീച്ചർ സ്വയം പറയില്ല. വീണ്ടും വീണ്ടും അവർ പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു ലേണറാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേയിൽ വരുന്ന നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് അതിനെപ്പറ്റി മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന കളക്ട് ചെയ്തോളൂ. ഒന്ന് ടൈം മാനേജ്മെന്റ് ആണ്. ഒന്ന് ടൈം മാനേജ്മെന്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു, ടീച്ചർമാര് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമും റിസോഴ്സസും നല്ല രീതിയിൽ യൂസ് ചെയ്ത് നല്ലൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ ടൈം മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടൈം ടേബിൾ. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾ 6th യൂണിറ്റിലും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പഠിക്കാനുണ്ട് ടൈം മാനേജ്മെന്റിനെ കുറിച്ചും ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും. കറക്റ്റ് ഇന്ന ടൈം തുടങ്ങി ഇന്ന ടൈം വരെ ഒരു പീരീഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ആ സ്കൂളിന്റെ ഡിസിപ്ലിനെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് അല്ലേ ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ തോന്നിയ വഴിയിൽ ഇറങ്ങിപ്പോവും, ആരാ ഏത് ടീച്ചർ, അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. വലിയ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ചും, ചെറിയ ക്ലാസ്സുകളിൽ പിന്നെ അത്രയും പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡില് ടൈം ടേബിൾ ഇല്ലാത്തത്. പക്ഷെ എന്നാലും ആ ഒരു ടൈമിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവിടെ അങ്ങനെ തന്നെ ഇങ്ങനെ ആയി പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ടൈം മാനേജ്മെന്റ് പറയുന്നത്. പിന്നെ അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, ഐസക് പിറ്റ്മാൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച്. അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കാരണം അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് ആ പാരഗ്രാഫിൽ തുടങ്ങിയേക്കുന്നത്. വെൽ അറേഞ്ച്ഡ് ടൈം ഈസ് ദി ഷുറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ്. അത് പറഞ്ഞ വ്യക്തിയാണ് ഐസക് പിറ്റ്മാൻ. MA ആണ് അദ്ദേഹം. ഷോർട്ട് ഹാൻഡ് കേട്ടിട്ടില്ലേ? ഷോർട്ട് ഹാൻഡിന്റെ ഫൗണ്ടറാണ്. കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ 10th ഒക്കെ കഴിയുമ്പോൾ പണ്ടൊക്കെ എല്ലാവരും ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാനായിട്ട് പോകും. ഷോർട്ട് ഹാൻഡിന്റെ ചില സ്ട്രോക്സ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതായത് ക്ലാസ് പറഞ്ഞു എനിക്കറിയില്ല, ഈ വലിയൊരു ഇൻഫർമേഷനെ ചെറിയ ചെറിയ കോഡ് പോലെ ആ ഒരു രീതിയിൽ എഴുതി വെക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് സമയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആണ് ഷോർട്ട് ഹാൻഡ്
ഡിസൈൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഐസക് പിറ്റ്മാൻ. പേര് മുഴുവനില്ല, ഇംഗ്ലീഷ് പബ്ലിഷറാണ് അദ്ദേഹം. പിറ്റ്മാൻ ആണ്, പിറ്റ്മെൻ അല്ല, PITMAN ആണ്. അതിന്റെ ഇമ്പോർട്ടൻസും പിന്നെ കുറച്ചു മുമ്പ് നമ്മൾ പാരന്റ് കൗൺസിലിനെ പറ്റി പറഞ്ഞു. അപ്പൊ പാരന്റ് ടീച്ചർ ഫെഡറേഷൻ PTA ഇമ്പോർട്ടൻസും പറഞ്ഞു. PTA ഉദ്ദേശം ടീച്ചർമാരെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല, ടീച്ചർമാരോട് കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് കുട്ടികൾക്ക് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് PTA. അല്ലാണ്ട് വഴക്കുണ്ടാക്കാനുള്ളൊരു ഫെഡറേഷൻ അല്ല PTA എന്ന് പറയുന്നത്. അപ്പൊ PTA ഒരു ഇമ്പോർട്ടൻസും PTA എന്തെല്ലാമാണ് കാര്യങ്ങളാണ് ഒരു സ്കൂളിൽ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ടൈം മാനേജ്മെന്റും PTA കുറിച്ചും ഈ ടെക്സ്റ്റിലുള്ള കാര്യമല്ല, അല്ലാതെ നിങ്ങൾക്ക് ടൈം ടേബിളിനെ കുറിച്ചും ടൈം മാനേജ്മെന്റിനെ കുറിച്ചും PTA കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് കളക്ട് ചെയ്ത് വരാൻ പറ്റുവാണെങ്കിൽ കളക്ട് ചെയ്ത് വരും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിലെ ചില കാര്യങ്ങളാണ്. അതായത് ക്ലാസ് റൂമിൽ എങ്ങനെയാണ് കുട്ടികളെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അവരെല്ലാരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. ഈക്വലും ഇക്വിറ്റി, ഇക്വാലിറ്റിയും ഇക്വിറ്റിയും വേണം. ഇക്വാലിറ്റിയും ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫെയർനെസ്, എല്ലാവർക്കും ജസ്റ്റിസ്, എല്ലാവരോടും നീതിപൂർവം പെരുമാറുക. ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി എല്ലാരെയും കൺസിഡർ ചെയ്യുക. അല്ലാതെ ഒരു കുട്ടിക്ക് ഒരു നല്ലപോലെ പഠിക്കും, അതിന് പ്രത്യേകത, പഠിക്കാത്ത കുട്ടിയെ തഴഞ്ഞിടുന്നു, അങ്ങനെ രീതിയല്ല. ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അത് ആ കുട്ടി ചിലപ്പോൾ സ്പെഷ്യൽ കിഡായിരിക്കാം, എന്ത് ആണെങ്കിലും എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ ഈക്വാലിറ്റിയും ഇക്വിറ്റിയും വരുന്നത്. എല്ലാവരോടും ഒരേ, നമ്മുടെ ഭരണഘടനയിലും അത് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ബർത്ത് റൈറ്റ് ആണ്, നിഷേധിക്കപ്പെടേണ്ട ഒന്നല്ല, നമ്മൾക്ക് ലഭിക്കേണ്ട ഒന്നാണ്. അത് എല്ലാ മനുഷ്യർക്കും, എന്ത് കാസ്റ്റോ ക്രീഡോ അങ്ങനെയൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, എല്ലാവർക്കും ഒരേപോലെ കിട്ടേണ്ട ഒന്നാണ്. അതിനെക്കുറിച്ചാണ് ഇക്വിറ്റിയിലും ഇക്വാലിറ്റിയിലും പറയുന്നത്. ഞാൻ ഇതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ചുമ്മാ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ഒരു പക്ഷേ ഇതെന്താന്ന് പിടികിട്ടില്ല. നമുക്ക് ഡൈജസ്റ്റ് ആകാത്ത രീതിയിലാണ് ചില മാറ്ററൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞാനൊന്ന് പറയണത്, സമയം കിട്ടിയാൽ വായിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് ക്ലാസ് പെട്ടെന്ന് ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ്, ഒരു വെൽക്കം ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ കുട്ടികളെയും ഒരുപോലെ വെൽക്കം ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ്. കുട്ടികളുടെ എബിലിറ്റീസ് എന്തായിക്കോട്ടെ, പൊട്ടൻഷ്യൽ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയായാലും ഒരു വേർതിരിവും കാണിക്കാതെ എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന, എല്ലാ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ കുട്ടികളെയും ഒരേപോലെ വെൽക്കം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതി, അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതാണ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, ഹലോ മാം, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല, അല്ലേ മാം? ഇനി അതിനൊക്കെ മാം പറയുന്നത് കേൾക്കത്തില്ല. ചലഞ്ച് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ക്രിട്ടിക്സ് എന്ന് പറയുന്നത്. ആ ചലഞ്ച് എന്തൊക്കെയാണെന്നും ചലഞ്ചിനെ എങ്ങനെ അതും കേട്ടില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അതെ അതെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ശരി, എങ്ങനെയാണ് കുട്ടികളാണെങ്കിലും അതെ, കേൾക്കുന്നില്ല? ഞാനിപ്പോ പറഞ്ഞത് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, PTA കുറിച്ച് പറഞ്ഞു, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരും, അല്ലെങ്കിൽ മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്ത് വരുവാണെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്നെടുത്ത് പറഞ്ഞതാ. അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ റേഡിയോ പോലെ പറഞ്ഞോണ്ടിരിക്കും. ടൈം മാനേജ്മെന്റ്, ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ്, അതിൽ വന്നൊരു മെയിൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഐസക് പിറ്റ്മാൻ. അദ്ദേഹം ഷോർട്ട് ഹാൻഡിന്റെ ഫൗണ്ടർ ആയിരുന്നു. ഷോർട്ട് ഹാൻഡ് അറിയാം, നമ്മുടെ വീട്ടിലെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവരൊക്കെ പഠിച്ചിട്ടുണ്ടാകും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇൻഫർമേഷന് ചില ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തന്നെ സ്ട്രോക്സ് എന്തോ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അത് നോട്ട് ചെയ്ത് വെക്കുന്ന മെത്തേഡായിരുന്നു ഷോർട്ട് ഹാൻഡ്. പണ്ട് ഓഫീസുകളിലൊക്കെ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ PA, പേഴ്സണൽ അസിസ്റ്റന്റ്, അവരൊക്കെ ജോബ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് PTA ഇമ്പോർട്ടൻസ്, ടീച്ചർമാരോട് കൂടെ നിന്ന് കുട്ടികളെ നല്ല ഡെവലപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഒരു കൂട്ടായ്മ.
നെക്സ്റ്റ് പറഞ്ഞത് നമ്മൾ ഇക്വാലിറ്റിയും ഇക്വിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, എല്ലാവർക്കും നീതിയോട് കൂടിയുള്ള ഒരു പരിഗണന. ഇക്വാലിറ്റി എന്ന് പറഞ്ഞത് എല്ലാവരും ഈക്വൽ ആയിട്ട് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എല്ലാ ആളുകളും തുല്യരാണ്, എല്ലാവർക്കും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യാൻ. അതിന് വേണ്ടുന്ന ഒന്നാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നല്ല വെൽക്കമിങ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഏത് രീതിയിലുള്ള കുട്ടികളാണെങ്കിലും, എബിലിറ്റീസ് എങ്ങനെ തന്നെയാണെങ്കിലും. ചില കുട്ടികൾക്ക് മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം, അവർക്ക് ചിലപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ കുറവായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും എല്ലാ കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ്. പിന്നെ അതിന്റെ ചലഞ്ചസ് കാര്യങ്ങളൊക്കെ വരും, അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തെല്ലാം മെത്തേഡ് യൂസ് ചെയ്യണം അത്രയും കൊണ്ട് വരില്ല. കാരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, എന്നാ ലീവ്. ആക്ച്വലി എനിക്ക് 8 മണിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ജോയിൻ ചെയ്യുന്ന ക്ലാസ് ആയിരുന്നു കേട്ടോ. അതിൽ നിന്ന് കോള് വന്നുകൊണ്ടിരിക്കും, എന്തൊക്കെയോ അതിനകത്ത് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8:30 വരെ ഞാൻ ക്ലാസ്സിലായിരിക്കും. ഓക്കെ ഫൈൻ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു, എക്സാമിന്റെ ടെൻഷൻ, കുറെ പിള്ളേരും വിളിക്കുന്നുണ്ടായിരുന്നു, കുറെ മെസ്സേജ് വന്ന് കിടക്കണ്ടാവും. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കുറെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. അത്രത്തെ ടൈം കഴിഞ്ഞ് രാത്രി ടൈം വന്നിരിക്കുകയും ചെയ്തല്ലോ. ബൈ. Thank you, ma'am.